ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ തലയിലെ പേനിൻ്റെ ശല്യം മാറാനായിട്ട് 3 ഉഗ്രൻ ഐഡിയ ആണ് കാണിക്കുന്നത്. 3 ഐഡിയാസ് ഞാൻ പറയുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ. നമ്മൾ ചില കുട്ടികളുടെയൊക്കെ തലയിൽ കണ്ടു, പ്രത്യേകിച്ച് ജോലിക്കാരായ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ഉണ്ടെങ്കിൽ അവർ മക്കളുടെ തലയിൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് തല നിറച്ച് ഈരും പേനുകളൊക്കെ, ഇങ്ങനെ പേനിങ്ങനെ മേലക്കൂടെ അരിക്കാം, ഈരുകളും. അങ്ങനെ കുട്ടികൾക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല. എങ്ങനെ കിട്ടും? ഇതിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങൾക്ക് എങ്ങനെ കിട്ടുക? അപ്പോൾ ഈ പേനിൻ്റെ ശല്യം കുറയ്ക്കാനായിട്ടുള്ള കുറച്ചൊരു മുതിർന്ന് കഴിയുമ്പോൾ അവർ തന്നെ ജീവി എടുക്കും അല്ലേ. അപ്പോൾ പേനിൻ്റെ ശല്യം കുറയ്ക്കാനുള്ള 3 ഉഗ്രൻ ഐഡിയാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ഞാൻ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ്. അതെ കണ്ടോ. അപ്പോൾ നമ്മൾ കർപ്പൂരം എടുത്ത ശേഷം നേരെ ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ, നേരെ ഒന്ന് ചൂടാക്കുക, നേരിതായിട്ട്. തിളയ്ക്കാനൊന്നും പാടില്ല, ഒരു നേരിയൊരു ടെമ്പറേച്ചർ. അതിലേക്ക് നമുക്ക് ഇതൊന്ന്, എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം ഇത് തലമുടിയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. തലയിൽ പെയിനിൻ്റെ ശല്യം പോകാൻ ബെസ്റ്റുള്ള സംഭവം ഇത്. നല്ലൊരു കാര്യമാണ് കേട്ടോ. തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഷാമ്പോ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ റെമഡി ഇതാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒട്ടും ചിലവില്ലാത്ത പരിപാടിയാണ്. ആര്യവേപ്പിലയില്ലേ, അത് നമ്മൾ കുറച്ച് അരച്ച ശേഷം തലയിൽ താരനുണ്ടെങ്കിൽ അതിൽ നാരങ്ങാനീര് ചേർക്കാം. ചിലർ പറയും നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ മുടി കൊഴിയില്ല എന്നുള്ളത്. ഒരിക്കലും കൊഴിയില്ല. അതൊന്നും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നാരങ്ങാനീര് വെളിച്ചെണ്ണ മാത്രം ഞാൻ താരനുണ്ടായപ്പോൾ തെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് മുടി കൊഴിച്ചില്ല. അതായത് താരൻ്റെ ശല്യം കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യവേപ്പില ഇല്ലാതെ വെറും വെളിച്ചെണ്ണയും നാരങ്ങാനീരും കൂടി തലയിൽ തേച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ടായിരുന്നു. ഇപ്പം നമുക്കിതിൽ പേനും കൂടി വരുന്നതുകൊണ്ട്, ഇപ്പം താരനുണ്ടെങ്കിൽ നമുക്ക് ആര്യവേപ്പില ചേർക്കാം. ഓക്കെ, പേനിൻ്റെ ശല്യം മാറാനായിട്ട് നമുക്ക് ഇതിൽ ആര്യവേപ്പിൻ്റെ ഇല, ഓക്കെ, അതിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ താരം കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർക്കാൻ നിർബന്ധമില്ല. ആര്യവേപ്പില അരച്ച ശേഷം നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത്, നന്നായിട്ട് അപ്ലൈ ചെയ്യുക, മുടിയും എല്ലാത്തിലും നന്നായി അപ്ലൈ ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമ്മൾ എന്തെങ്കിലും ഷാമ്പൂ ഇട്ട് കഴുകുകയാണെങ്കിലും തലയിലെ പേനിൻ്റെ ശല്യം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടപ്പം അമ്മമാർക്ക് ഈ പറഞ്ഞ പോലെ ജോലിയും തിരക്കുള്ളതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്ന് പറയുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലത്തെ ചീപ്പ് കിട്ടും. അപ്പോൾ ചിലവർ ഈ ചീപ്പ് കൊള്ളില്ല എന്നൊക്കെ പറയണം. വട്ടത്തിലുള്ളത് ഒരിക്കലും മേടിക്കരുത്. എനിക്ക് 2 തവണ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വട്ടത്തിലുള്ള ചീപ്പ് മേടിക്കരുത്. ഇതുപോലത്തെ ചീപ്പ് മേടിക്കാം. എന്നിട്ട് നമ്മൾ വെറുതെ ഇട്ട് ചീവിയ മുടി കൊഴിയും. കാരണം ഇത് അങ്ങനെയാണ് സംഭവം. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തലയിൽ കെട്ടെല്ലാം കളഞ്ഞ്, ജടയെല്ലാം കളഞ്ഞ ശേഷം നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് ചീവുകയാണെങ്കിൽ ഇതിൽ ഈരും പേനും എല്ലാം വരും. ഇനിയിപ്പോൾ ഓയിലൊക്കെ അലർജി ഉള്ളവർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തല നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് തോർത്ത് വെച്ച് തുടച്ച് ചെറിയൊരു നനവുണ്ടാവുമല്ലോ, ആ സമയത്ത് ഇത് ചീവുകയാണെങ്കിൽ നല്ല ഒരു ഇതാണ്. പക്ഷേ നല്ലോണം ഓയിലിട്ട് ചീവുകയാണ് കുറച്ചുകൂടി എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത്. തലയിലെ പേനെല്ലാം ഇത് മീഷോയിലും അതുപോലെ തന്നെ ആമസോണും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും ഈ സാധനം അവൈലബിൾ ആണ്. 100 രൂപ 125 രൂപയേ ഉള്ളൂ. ഒരു നഷ്ടമില്ല. നമുക്കിത് മുടി കൊഴിയെന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. മുടിയിലെ ജടയെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം അത് ചീവാനായിട്ട്. അല്ലാതെ ജടയോടുകൂടി ചീവിക്കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തത് ഒട്ടും തന്നെ ചിലവില്ലാത്ത കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.